വെളിച്ചെണ്ണയാ, അത് നിന്നണ്ട. ഓ, അതൊന്നും കുഴപ്പമില്ല. നോക്കിക്കേ. ആഹാ, മദറോ വാ. ഇത് എവിടെ പോയിട്ട് വരുവാ? ഞാൻ ഇങ്ങോട്ട് തന്നെ വന്നതാ. ആഹാ, ക്ലാരയില്ലേ ഇവിടെ? എന്താ മദറേ, പ്രത്യേകിച്ച് എന്തെങ്കിലും? അത് കൊള്ളാം. അതെന്താ മോളിക്കുട്ടി, പ്രത്യേകിച്ച് എന്തെങ്കിലും കാര്യങ്ങൾ വേണം എനിക്ക് ഇങ്ങോട്ട് വരാൻ? പതിവില്ലാത്തോണ്ട് ചോദിച്ചതാ. അതെ, ക്ലാരയെ കണ്ടിട്ടൊരു കാര്യം ഉണ്ടായിരുന്നു. കണ്ടിട്ട് ഞാൻ ഉടനെ ഇറങ്ങുവാ. വാ. ക്ലാരേ ഇവിടെ ഇല്ലല്ലോ മദർ. എവിടെ പോയി? കുറച്ച് മുമ്പ് ഇവിടെ നിന്ന് ഇറങ്ങിയതാ. എന്തോ വാങ്ങണമെന്ന് പറഞ്ഞു. ഞാൻ വിചാരിച്ചു മദറിനെ കാണാൻ കൂടി ആയിരിക്കുമെന്ന്. കുടിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ മദറേ? ഒന്നും വേണ്ട മോളിക്കുട്ടി. താൻ ആട് കൊള്ളാവല്ലോ, എന്തെങ്കിലും എടുക്കുന്നേ. കോഫി തന്നെ ആകട്ടെ. എന്താ മദർ വല്ലാതെ? എന്താ മദർ? ജേക്കബിനോട് പറയുന്നത് ശരിയാണോ എന്ന് എനിക്കറിയില്ല. എങ്കിലും പറയാതിരിക്കാൻ കഴിയുന്നുമില്ല. എന്താ മദർ, എന്താ കാര്യം? ക്ലാരയെക്കുറിച്ചാണ്. ഇനിയും ഇതൊന്നും ഒളിച്ചു വയ്ക്കാൻ എനിക്ക് വയ്യ ജേക്കബ്. അത്രയ്ക്ക് മാനസിക സംഘർഷമാണ് കുറച്ചു നാളായി ഞാൻ അനുഭവിക്കുന്നത്. മദർ കാര്യം പറയൂ. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ തൽക്കാലം നമ്മൾ രണ്ടുപേരും മാത്രം അറിഞ്ഞാൽ മതി. ഞാൻ പറഞ്ഞതായി ക്ലാര ഒരിക്കലും ഇതൊന്നും അറിയാനും പാടില്ല. മദർ ധൈര്യമായി പറഞ്ഞോളൂ. ജേക്കബിനറിയുമോ, ആ കുഞ്ഞില്ലേ സ്നേഹമോൾ, അവൾ രേണുകയുടെ കുഞ്ഞ്, അഡ്വക്കേറ്റ് ശ്യാമപ്രസാദിന്റെ കുഞ്ഞ്. അതേ ജേക്കബ്, ഞാൻ പറഞ്ഞത് സത്യ. എനിക്കും ക്ലാരയ്ക്കും മാത്രമേ ഈ സത്യം അറിയാവൂ. എന്താ ഞാൻ പറഞ്ഞത് വിശ്വാസമായില്ലെന്നുണ്ടോ ജേക്കബിന്? വിശ്വാസമാണ്. കാരണം മദർ ഒരിക്കലും കള്ളം പറയില്ലല്ലോ. എന്നിട്ടും ഞാനെന്താ ഞെട്ടാത്തെന്നായിരിക്കും മദർ ഓർക്കുന്നത്. അറിയാവുന്ന സത്യങ്ങൾ ഒരിക്കൽ കൂടി കേൾക്കുമ്പോൾ ഞെട്ടേണ്ട കാര്യമില്ലല്ലോ മദർ. എനിക്കറിയാം, എല്ലാം എനിക്കറിയാം. പക്ഷേ മദറിൻ്റെ അവസ്ഥ തന്നെയാണ് എനിക്കും. മദർ അനുഭവിക്കുന്നു എന്ന് പറയുന്ന അതേ മാനസിക സംഘർഷം ഞാനും അനുഭവിക്കാൻ തുടങ്ങിയിട്ട് കാലം കുറേയായി. ബട്ട് ഐ ആം ഹെൽപ്ലെസ്. മദറിനെ പോലെ എനിക്കും അത് ആരോടെങ്കിലും തുറന്നു പറയാനുള്ള അനുവാദമില്ല. ഒരുപക്ഷേ അതെൻ്റെ സ്വാർത്ഥതയാകാം, മകളെക്കുറിച്ചുള്ള ആശങ്ക. ശ്യാം മുമ്പിൽ വരുമ്പോഴൊക്കെ ഞാൻ അനുഭവിക്കുന്ന ഒരു മാനസികാവസ്ഥയുണ്ടല്ലോ. ഓ, ഞാൻ പലപ്പോഴും അയാളുടെ മുമ്പിൽ അഭിനയിക്കുകയാണ് മദർ. അയാൾക്ക് എന്തൊക്കെയോ സംശയങ്ങളുണ്ട് ജേക്കബ്. അയാൾ ഇന്നെന്നെ കാണാൻ വന്നിരുന്നു. ജേക്കബ് പറഞ്ഞതുപോലെ ഞാനും അയാൾക്ക് മുമ്പിൽ അഭിനയിക്കുകയായിരുന്നു. ഈ തിരുവസ്ത്രം ഇട്ടുകൊണ്ട് ഞാൻ. നമ്മുടെ ഈ മാനസികാവസ്ഥയൊന്നും അവർ മനസ്സിലാക്കുന്നില്ലല്ലോ മദർ. അതാണ് എന്നെ ഏറ്റവും വേദനിപ്പിക്കുന്നത്. അവൾക്ക് ന്യായീകരണങ്ങളുണ്ടല്ലോ ജേക്കബ്. പക്ഷേ എത്ര നാളെന്ന് കരുതി ഇങ്ങനെ? ഇനി ഒരിക്കൽ കൂടി ആ ചെറുപ്പക്കാരൻ എൻ്റെ മുമ്പിൽ എത്തിയാൽ ഒരു പക്ഷേ ഞാനെല്ലാം തുറന്നു പറഞ്ഞു പോയെന്ന് വന്നേക്കാം.
തിരുവസ്ത്രം എന്നേക്കുമായി ഉപേക്ഷിക്കേണ്ടി വരും. കേൾക്കണ്ട. വൈകോളം പോയി കാമുകിക്ക് കൂട്ടിരുന്നിട്ട് രാത്രി ഭാര്യയെ തേടി വരുന്ന നിങ്ങളോട് എനിക്ക് അറപ്പാണ്, വെറുപ്പാണ്. ഉണ്ടായത് എന്താണെന്ന് ഞാൻ പറഞ്ഞില്ലേ? ഡോക്ടർ പറഞ്ഞതുകൊണ്ടാണ്. ആര് പറഞ്ഞാലെന്താ? അവള് നിങ്ങളുടെ ആരാ? നിങ്ങൾ എന്നോട് പ്രോമിസ് ചെയ്ത പോലെ നിങ്ങളുടെ മനസ്സിൽ അവൾ ഇല്ലായിരുന്നെങ്കിൽ ആര് പറഞ്ഞാലും നിങ്ങൾ അവിടെ പോവില്ലായിരുന്നു. ഒരിക്കലും പോവില്ലായിരുന്നു. പോകില്ല എന്ന് ഞാൻ തീരുമാനിച്ചതാ. തരകൻ സാർ കൂടി നിർബന്ധിച്ചപ്പോ. തരകൻ സാർ ആരുടെ ദൈവം ഒന്നുമല്ലല്ലോ. ഞാനോ തരകൻ സാറോ നിങ്ങൾക്ക് വലുത്? പറ പ്ലീസ്. അതെ, ഞാൻ വെറുതെ ഇങ്ങനെ കിടന്ന് ചലിക്കുന്നവളാ, പ്രസവിക്കാത്തവളാ, രോഗിയാ. നിങ്ങൾക്ക് എന്നെ വേണ്ട. എനിക്കറിയാം നിങ്ങൾക്ക് എന്നോട് വെറുപ്പാ. ഞാനൊരു അധികപ്പറ്റ അല്ലേ? നീ എന്നെ ഇങ്ങനെ ക്രൂശിക്കരുത് ഗംഗ. ഞാൻ നിന്നോടെല്ലാം പറഞ്ഞതല്ലേ? ഇനിയെങ്കിലും നീ എന്നെ ഒന്ന് മനസ്സിലാക്കുക. എന്തു പറഞ്ഞു? നിങ്ങൾ എന്നോട് എന്ത് പറഞ്ഞു ഒക്കെ ഞാൻ അറിഞ്ഞോണ്ടല്ലേ? ഇല്ലെങ്കിൽ നിങ്ങൾ എന്നോട് പറയുമായിരുന്നോ? പറഞ്ഞു പോലും ഇല്ല. ഒന്നും നിങ്ങൾ പറയില്ലായിരുന്നു. ജീവിതകാലം മുഴുവൻ നിങ്ങൾ എന്നെ വിട്ടിയാക്കുമായിരുന്നു. എന്നിട്ട് നിങ്ങളുടെ രഹസ്യ കാമുകിയ കുഞ്ഞിനെ എന്ന് നിങ്ങൾ സംരക്ഷിക്കുമായിരുന്നു. നിന്നോട് ഞാൻ ഇനി എന്ത് പറയാനാ ഗംഗ? അല്ലെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഇനി എന്താ പറയാനുള്ളത്? എനിക്ക് ഒന്നേ അറിയാനുണ്ടായിരുന്നുള്ളൂ. ഞാൻ കേട്ടതൊക്കെ സത്യമാണോന്ന്. നിങ്ങൾ അവളെ കാണാൻ പോയൊന്ന്. അത് നിങ്ങളുടെ നാവിൽ തന്നെ എനിക്ക് കേൾക്കണമായിരുന്നു. കേട്ടു. നിങ്ങളുടെ നാവിൽ തന്നെ ഞാനത് കേട്ടു. ഇനി എന്താ വേണ്ടതെന്ന് എനിക്കറിയാം. എനിക്ക് നല്ലോണം അറിയാം. ഗംഗേച്ചി, വാ വാ, അകത്തേക്ക് വാ. എങ്ങനെ വിളിക്കാം, വാ. അകത്തേക്ക് എന്റെ പട്ടി വരും. ചെന്ന് പറയടി അവനോട്. അവന്റെ പടിവാതിക്ക് വന്ന് കാത്തു കിടക്കുന്നത്. നീ പേടിക്കൊന്നും വേണ്ട. അവനെ കെട്ടി എഴുന്നള്ളിച്ച് കൊണ്ടുപോകാനൊന്നും വന്നതല്ല ഞാൻ. ഒന്ന് മുഖം കാണിച്ചിട്ട് ഉടനെ അങ്ങ് പോയേക്കാം. വിജയിച്ചു എന്നൊരു തോന്നലുണ്ടല്ലേ? ഈ ഗംഗയെ തോൽപ്പിച്ചു. ഇല്ലടി, ഗംഗ തോൽക്കില്ല. ഗംഗയെ തോൽപ്പിക്കാൻ ആർക്കും കഴിയില്ല. നീ മാത്രമല്ല, ആരും അങ്ങനെ കരുതണ്ട. ഗംഗേച്ച ഞാനിങ്ങനെ തോൽപ്പിക്കാനാ? ഗംഗേച്ചിയോട് എനിക്ക് ഇപ്പോഴും യാതൊരു വിരോധമില്ല. എന്റെ ഏട്ടന്റെ ഭാര്യയല്ലേ ഗംഗേച്ചി, എന്റെ ഏട്ടത്തിയമ്മ. ഏട്ടത്തിയമ്മയോ? അതൊരു പേരിന് മാത്രമല്ലേ ഉള്ളൂ. സ്ഥാനം കൊണ്ട് അവളല്ലേ കൂടുതൽ അർഹ. ആ രേണുക. കെട്ടാച്ചരക്കായി നിന്ന് നിന്റെ കല്യാണം നടക്കാൻ വേണ്ടി ഈ താലിച്ചരട് എന്റെ കഴുത്ത് കെട്ടിയതല്ലേ ഉള്ളൂ. ഇപ്പോഴും മനസ്സുകൊണ്ട് അവളല്ലേ നിന്റെ ഏട്ടന്റെ ഭാര്യ. വെറുതെയോ? നീ നിന്റെ ഏട്ടനും അവളും എല്ലാരും കൂടെ ചേർന്ന് എന്നെ കൊരങ്ങൾപ്പിക്കല്ലേ? അതിന് കൂട്ടു നിൽക്കാൻ എന്റെ ആങ്ങളെ കൂടി വശീകരിച്ച് കറക്കെടുത്തിരിക്കല്ലേ നീ? അവിടെ തന്നെ നിപ്പുണ്ടായിരുന്നോ എന്റെ പൊന്നാങ്ങള? എന്റെ ജീവിതം ബലി കൊടുത്തിട്ടാണെങ്കിലും നിനക്കെല്ലാം നേടാനായല്ലോ. കൂടപ്പറപ്പിനേക്കാളും വലുത് നിനക്ക് ഇന്നലെ കണ്ടവളാണല്ലോ. പക്ഷേ എനിക്കൊന്നറിയണം. അതിനുവേണ്ടി ഞാനിപ്പോ ഇങ്ങോട്ട് വന്നേ. എല്ലാം നീ കൂടി അറിഞ്ഞിട്ടാണോ? അത് മാത്രം എനിക്ക് അറിഞ്ഞാ മതി. എന്തറിഞ്ഞു? ശ്യാമേട്ടൻ രേണുകയെ കൂടി സംരക്ഷിക്കുന്നത് നീ അറിഞ്ഞിട്ടാണോ എന്ന്? ഗംഗേച്ചി എന്തായി പറയുന്നത്? അപ്പോ എന്റെ കുഞ്ഞുങ്ങളൊന്നും അറിഞ്ഞില്ലല്ലേ? അതോ അറിഞ്ഞില്ലെന്ന് ഭാവിക്കാണോ? അറിഞ്ഞില്ലെങ്കി അറിഞ്ഞോ.
അഡ്വക്കേറ്റ് ശ്യാമപ്രസാദ് താലോലത്തിൽ കയറി ഇറങ്ങുന്നത് നാട് മുഴുവൻ പാട്ടാ. പെങ്ങളുടെ ജീവിതം തകർത്തവന്റെ പെങ്ങളുടെ കൂടെ ഇവിടെ ഇനിയും ജീവിക്കണമെന്നാണെങ്കിൽ നീ ജീവിച്ചോ. പക്ഷെ ഞാൻ മരിച്ചാ പോലും എന്റെ ശവം കാണാൻ പോലും നീ പടി ചവിട്ടരുത്. അതൊന്ന് പറയാനാ ഞാൻ വന്നത്. ഗംഗേച്ചി